നിന്റെ അച്ഛനമ്മേനെ ഇങ്ങോട്ട് വിളിച്ചേ, ഞാൻ അവരോട് ചോദിക്കട്ടെ, ഇങ്ങനെയാണ് പെൺകുട്ടികളെ പഠിപ്പിച്ചു വിടണതെന്ന്. ഞാൻ എന്തിനാ വിളിക്കണേ? അമ്മ തന്നെ വിളിച്ചോ. പെൺകുട്ടികളാണെങ്കിലേ ഇത്ര സാമർത്ഥ്യം പാടില്ലല്ല. രാവിലെ 7 മണിയാവുമ്പോ എണീറ്റ് വരും. ഞാൻ അപ്പോഴേക്കും എന്റെ 100 കൂട്ടം പണികൾ ഇവിടെ തീർത്തിട്ടുണ്ടാവും. എന്തൊരു സാമർത്ഥ്യ! ഒരു പണിയാണെങ്കിൽ മര്യാദക്ക് ചെയ്യില്ല. എഴഞ്ഞ് ഇങ്ങനെ നിൽക്കും അവള്. നീയേ നിന്റെ അച്ഛനമ്മേനെ വിളിക്ക്, അല്ലാണ്ട് ശരിയാവില്ല. വീട്ടുകാരാണെങ്കിൽ കെട്ടിച്ചു വിട്ടപ്പോ അന്ന് തലേന്ന് ഒഴിവാക്കിയതാ. ഒരു ഓണവും കൊണ്ടുവരില്ല, ഒരു വിഷുവും കൊണ്ടുവരില്ല, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. എന്റെ മോന്റെ തലയിലായതാ നീ. നിന്നെ കുറിച്ചേ 4 വർത്താനം എനിക്ക് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇങ്ങനെയാണോ പെൺകുട്ടികളെ വളർത്തി വെച്ചേക്കണേന്ന്? നീ വിളിക്ക്, ഫോൺ ചെയ്. അല്ലെങ്കിൽ 24 മണിക്കൂർ നീ വീട്ടുകാരെ കൂടെ കുറുകിയിരിക്കണതല്ലേ? വിളിക്കടി, ഫോൺ വിളിക്കടി. എന്നെ ഇവിടെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയതൊന്നല്ലല്ലോ. മാസം ഫീസ് അടയ്ക്കാനും എന്റെ കംപ്ലൈന്റ് മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു പറയാനും. എനിക്കെന്തായാലും എന്റെ വീട്ടുകാർ ഇവിടുത്തെ കാര്യങ്ങൾ അറിയിക്കാൻ വിഷമായതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇവിടെ നിൽക്കുന്നത്. നിങ്ങളായിട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ സൗകര്യം. പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്തായിരുന്നു, അയ്യോ എൻ്റെ മോള് ഇങ്ങനെ തന്നെ വന്നാൽ മതി, എൻ്റെ മോന് ചേർന്ന പെണ്ണാണ് നീ, എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നങ്ങൾ? എന്നും ഇതന്നെ പറഞ്ഞ് വഴക്കിടാനും നേരമുള്ള ഇവിടെ.